ഹലോ ഹായ്. സംഭവം അധ്യായം 1 എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ജിത്തു സതീശൻ മംഗലത്ത് എന്ന ഏറ്റവും പുതിയ ഡയറക്ടർ. മാൻ എന്നടാ പണി വെച്ചിരിക്കെ. ഒരു പുതിയ ഡയറക്ടറാണ് ട്ടോ. ഒരുപാട് പറയാനുണ്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച്. നവീൻ നജോസാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് അരുൺ പ്രകാശ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ്. ഒരുപാട് പറയാനുണ്ട്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി അത് എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗംഭീര വർക്കാണ് ട്ടോ അദ്ദേഹത്തിൻ്റെ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അബ്സല്യൂട്ട് ജെം ഓഫ് സിനിമ. നമ്മൾ മലയാളത്തിൽ കണ്ടന്റ് ആണ് ട്ടോ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കിങ്. കണ്ടന്റ് കിങ്. കിടിലൻ കണ്ടന്റ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരു 2, 3 സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ചുരുളി പോലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ യൂണീക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതാ യൂണീക്കായിട്ട് വീണ്ടും എടുത്തു വെക്കാൻ പറ്റുന്ന കണ്ടന്റ്. കിടിലൻ കണ്ടന്റ്. അതുപോലെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ടെക്നിക്കൽ ആയിക്കോട്ടെ, പെർഫോമൻസിൽ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്താം. ടെക്നിക്കലി കിടിലൻ വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ പുതുമയുള്ള കണ്ടന്റ് നമ്മൾ അന്യഭാഷാ ചിത്രങ്ങൾക്ക് അന്യഭാഷകളിലേക്ക് നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണ്. ഇതാ കണ്ടോ മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട്. അതിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര സിനിമയാണ് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. ഗംഭീര പരിപാടി. ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ, ഇല്ലെന്ന് പറയാനില്ല. പക്ഷേ സിനിമ ടോട്ടലി നോക്കുമ്പോൾ അത്തരം കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മുങ്ങിപ്പോവും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ഉണ്ട്. എന്താ പറയുക, ജിത്തു സതീശൻ മംഗലത്ത് എന്ന് പറയുന്ന കിടിലൻ ഡയറക്ടർ. നമ്മൾ ഒരു പുതിയ ഡയറക്ടറാണ്. പക്ഷേ നമ്മൾ ഒരുപാട് തഴക്കവും എന്താ പറയുക മിഴുക്കമൊക്കെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതൊരു പുതിയ ഡയറക്ടറിൻ്റെ ഇന്ന് നമുക്കങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സിനിമ എന്താ പറയുക, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കണ്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരുപാട് കുറേ സാധനങ്ങളൊന്നും കാണിക്കാതെ എന്താ പറയുക, തുടക്കം തന്നെ ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കം തന്നെ ആ മിസ്റ്ററിയിലേക്ക് നമ്മളെ കയറ്റിവിടുകയാണ്. ഒരു കാടും അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട കുറേ മനുഷ്യരുടെയും എന്താ പറയുക, പോലീസ് സേനയിലുള്ള കുറേ ആൾക്കാരും പിന്നെ മറ്റ് കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ തുടക്കം തന്നെ ആ ഒരു മിസ്റ്ററി ഫീലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരിപാടി, കുറേ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു പരിപാടിയില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ കാടിലേക്ക് ഇറക്കി വിടുകയാണ്. ആ കാടിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൽ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ അകപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളും പ്രേക്ഷകനെയും അകപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട്. ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പെർഫോമൻസ്. ചില പെർഫോമൻസ് എനിക്ക് അത്ര അങ്ങ് റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ചില ഷോട്ടുകൾ നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ, ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു 1-2 പേര് ഫ്രെയിമിലേക്ക് ചാടി വരുന്നത് അതങ്ങനെ കൃത്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ അത് എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് ഫീൽ നമുക്കതിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചില സീൻസ് കേട്ടോ. ചില പെർഫോമൻസുകളൊക്കെ നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് സുഖകരമല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കരമായൊരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു പർവ്വതം പോലെ നിൽക്കുമ്പോൾ അത്തരം ചില നെഗറ്റീവ്സ് ഒന്നും നമുക്കത്ര എന്താ പറയുക, ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറയുക, അസ്കർ അലി, ആസിഫ് അലിയുടെ സഹോദരൻ. ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇതൊരു ആസിഫ് അലി സിനിമ ആയിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ആസിഫ് അലി മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ അതേപോലെ തോന്നിയിട്ടുണ്ട്. അസ്കർ അലിയെ അറിയാലോ, ആസിഫ് അലിനെ അതേപോലെ എടുത്തു വെച്ചേക്കുന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ആസിഫ് അലി ചിത്രമാകേണ്ടിയിരുന്ന സിനിമയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാനൊരു നെഗറ്റീവായിട്ടല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് അസ്കർ അലി നല്ല നടനാണ്, കുറേ ഏരിയയിലൊക്കെ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലി ആയിരുന്നെങ്കിൽ കുറേയും കൂടി ഗംഭീര ഒരു പരിപാടി കിട്ടിയേനെ, അതുറപ്പാണ്. അത്രയങ്ങ് വന്നിട്ടില്ല അസ്കർ അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോകെ അസ്കർ അലി അടിപൊളിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു കാലിബറുള്ള ആക്ടർ തന്നെയാണ്. പിന്നെ എന്താ പറയുക, സെന്തിൽ കൃഷ്ണൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, വിനീത് കുമാർ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, പിന്നെ ആസിം ജമാൽ, നമ്മുടെ അമൽ നീരദിൻ്റെ പടത്തിലൊക്കെ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു കക്ഷി. പുള്ളി ഇതിൽ നല്ല ഒരു ക്യാരക്ടർ ചെയ്യുന്നു, പോലീസ് ഓഫീസറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു.
ഇവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടാണ്. സെന്തിൽ കൃഷ്ണ വളരെ പ്രാധാന്യം കുറഞ്ഞൊരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഥാപാത്രങ്ങളുടെ ഡയലോഗ്സും ഡെലിവറിയും അതുപോലെ തന്നെ എക്സ്പ്രഷനും മാത്രമാണ് എനിക്ക് അത്ര അങ്ങോട്ട് സുഖകരം അല്ലാതെ എനിക്ക് തോന്നിയത്. ക്യാമറയൊക്കെ ടെക്നിക്കലി കിടിലൻ പരിപാടിയാണ് കേട്ടോ. ഈ കാടായതുകൊണ്ട് തന്നെ ഗംഭീര ഫ്രെയിംസ് ഉണ്ട്. ഇതിൽ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയുടെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന കുറേ പരിപാടികൾ, പ്രത്യേകിച്ച് കാടും പിന്നെ അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ എന്താ പറയുക കളറിങ്ങും പരിപാടികളൊക്കെ തന്നെ എനിക്ക് ഇതിനകത്തും പലപ്പോഴും തോന്നി. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് ആസിഫ് അലി ചിത്രം ഉള്ള രീതിയിൽ അങ്ങനെ എനിക്ക് സാധനം തലയിൽ കയറിയത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൽ എടുത്തു പറയേണ്ടത് ഓഡിയോഗ്രാഫിയാണ് വിഷ്ണു ഗോവിന്ദിൻ്റെ. അമ്മേ കിടിലൻ വർക്ക്. ചില സമയത്തൊക്കെ ഈ നമ്മൾ ഈ ലൂപ്പിലകപ്പെടുന്ന മനുഷ്യരുടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഭയങ്കരമായ ലൗഡായിട്ടുള്ള ഒരു പരിപാടി അവരുടെ ക്യാരക്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് കൃത്യമായിട്ട് അവർ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെ പ്രേക്ഷകന് കിട്ടുന്ന രീതിയിലുള്ള ഓഡിയോ പരിപാടികളാണ് അവർ ചെയ്തിട്ടുള്ളത്. കിടിലൻ പരിപാടിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ ഭയങ്കരമായി ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെയുള്ള ടെക്നിക്കൽ പരിപാടികൾ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുളി എന്ന് പറയുന്നൊരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഓവറായിട്ട് തോന്നുമായിരിക്കാം ഒരുപക്ഷെ ഇൻ്റർസ്റ്റെല്ലാർ, നമ്മുടെ നോളൻ്റെ സിനിമ. അതുമായിട്ടൊക്കെ നമുക്ക് കിടപിടിക്കാൻ പറ്റില്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ തോന്നാവുന്ന ഒരു സിനിമയാണ് പറയുന്ന സംഭവം അധ്യായം 1 എന്ന് പറയുന്നത്. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകന് കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ടെക്നിക്കൽ പരിപാടികളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിനകത്തെ ഈ പറയുന്ന അസ്ഫർ അലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിനീത് കുമാർ ആയിക്കോട്ടെ, അത് കാട്ടിലകപ്പെടുന്ന കുറച്ച് മനുഷ്യരുടെ ഒരു അവർക്ക് നിസ്സഹായരായിട്ടുള്ള നിൽക്കുന്ന മനുഷ്യരുടെ അതേ ഫീല് കുറേ ഏരിയകളിലൊക്കെ നമുക്ക് കാണുന്ന പ്രേക്ഷകരും ഒരു വീർപ്പ് മുട്ടിക്കുന്ന ഒരു പരിപാടി, ആ ഒരു പരിപാടി അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടെക്നിക്കൽ പരിപാടികളിലൂടെയാണ് അവർ ചെയ്തിട്ടുള്ളത്. സിനിമ പക്ക ഒരു ലൂപ്പാണ് എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചുരുളി അതുപോലുള്ള ഒരു പരിപാടികൾ. പിന്നെ ടൈം ട്രാവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻ്റർസ്റ്റെല്ലാർ സിനിമകളുടെ ഞാനൊരു റെഫറൻസ് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ടൈം ട്രാവലും അതുപോലെ തന്നെ ഈ ലൂപ്പും അങ്ങനെ അത്തരം കുറേ കണ്ടൻറ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അത് എന്താ പറയുക, നമുക്ക് ആ മിസ്റ്ററി ഫീല് കൃത്യമായിട്ട് കിട്ടാവുന്ന, തുടക്കം മുതൽ അവസാനം വരെ അടുത്തത് എന്താണ് ആ ക്യൂരിയോസിറ്റി തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തുന്ന അങ്ങനെ ഒരു സിനിമയാണ്. അധികം മലയാളത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു സിനിമ. കണ്ടന്റ്, പൊളി കണ്ടന്റ്.